ഹലോ ഗൈസ്, എൻ്റെ രശ്മി യൂട്യൂബായ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ഓക്കെ. ഞങ്ങളിത് ഒരു ചെറിയൊരു പർച്ചേസിങ്ങിന് പോകണം. മോൾക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. ഒറ്റപ്പാലം വരെ പോവുകയാണ്, യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ ലൈവൊക്കെ ഇട്ട്, ലൈവിലൊന്നും ആരില്ലായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ശരിയെന്ന് പറഞ്ഞ ഒരു ലോങ് വീഡിയോ ഇട്ടു. ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം പോകുന്ന വഴിയാണ് കേട്ടോ. അതൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. കണ്ടോ, എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഇത് മറ്റേ നമ്മുടെ തിരുവില്ലാമലയ്ക്ക് പോകുന്ന ആക്കപ്പറമ്പ് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അതാ തിരുവില്ലാമല എത്തി. കണ്ടോ, ഒരു കിഷോർ എന്ന് പറയുന്ന ഒരു ബസ് ഉടമയുടെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് മൊത്തം. കിഷോർ എന്ന് പറയുന്ന ബസ് ഉടമയുടെ വാഹനങ്ങളാണ് ഈ കിടക്കുന്ന മൊത്തം. അടിപൊളി ടൂറിസ്റ്റ് ബസ്സുകളാണ് അവർക്കുള്ള. ഒരു 3-4 ബസ്സുകളുണ്ട് കേട്ടോ. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ടൂറൊക്കെ ഓടിക്കുന്ന ആ ബസ്സാണ്. ഇതാണ് തിരുവില്ലാമല എത്തുന്നു. തിരുവില്ലാമലയിൽ നിന്ന് കുത്താമ്പുള്ളി പോകുന്ന റോഡ് കാണിച്ചു തരാം. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റുക. ഇതാ ഈ ഇറക്കത്തിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ അടിച്ച് നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ കയറ്റിയിട്ട് പെട്രോൾ അടിച്ച് ഇനിയിപ്പോൾ കുറച്ച് നേരം പെട്രോൾ അടിച്ച് പോവും. ഓക്കെ, പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ അടിക്കുകയാണ് വണ്ടി. പെട്രോൾ അടിച്ച് പിന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ പോകുന്ന റോഡാണ് നമ്മൾ കുത്താമ്പുളി പോകുന്ന റോഡ്. ഞങ്ങളിപ്പോൾ തിരിഞ്ഞില്ലേ, അതാണ് കുത്താമ്പുളി റോഡ് കേട്ടോ. കുത്താമ്പുളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കുത്താമ്പുളി റോഡാണിത്. തുണികളൊക്കെ, നമ്മുടെ കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഉള്ള സ്ഥലം കുത്താമ്പുളി. എന്തൊരു തിരക്കാണെന്നറിയാമോ കുത്താമ്പുളി. അയ്യോ ഒന്നേ, ഓണമായില്ലേ, പിന്നെ കല്യാണ സീസണല്ലേ ചിങ്ങമാസത്ത്. എല്ലാവരും തുണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണേ. എന്തൊരു കെ ആർ രാമചന്ദ്ര, ഇതൊക്കെ ഫേമസ് അല്ലേ. അപ്പോൾ അതിലൊക്കെയാണ് നിറയെ ജനങ്ങളുള്ളത്. അവരുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും കെ ആറുകാരുടെ ബോർഡ് തന്നെയുള്ളൂ. മനസ്സിലായോ? കെ ആറും രാമചന്ദ്രക്കാരുടെ ബോർഡ് തന്നെയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മൊത്തം അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. കുത്താമ്പുള്ളി റോട്ടിക്ക് ഇങ്ങനെ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാം എടുത്തുകൊണ്ട് വരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ പറ്റി സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തുണിക്കടയിലൊന്നും കയറുന്നില്ല. ഇതാണ് കെ ആറിൻ്റെ പോസ്റ്റ്, ഇത് രാമചന്ദ്ര പോസ്റ്റ്. എനിക്കൊന്നും പറയണ്ട. പിന്നെ ഇത് നമ്മുടെ ഫുട്ബോൾ താരങ്ങളുടെ പോസ്റ്റ്. ഇതാണോ, ഇവിടെ നിന്ന് തുടങ്ങി കടകൾ, ഓരോരോ കടകളായിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും. ഇഷ്ടം പോലെ കട, ഒന്നും പറയാനില്ല, ഇഷ്ടം പോലെ കട. കുത്താമ്പുളി ഓരോരോ കടകളായിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും കേട്ടാ. എവിടെ എത്താറായി, കുത്താമ്പുളി സെൻറ്റർ എത്തി. അതായത് കെ ആറിൻ്റെ അവിടെ എങ്ങാണ്ട് എത്താറായി വണ്ടി. കാണിച്ചു തരാം, കെ ആർ കാണിച്ചു തരാം. എന്ത് തിരക്കാന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്കാണ്. ആൾക്കാർക്ക് വഴി അറിയാതെ ഒരുപാട് ഇങ്ങനെ ചോദിച്ചു പോവാന്ന്. പക്ഷെ പോസ്റ്റ് ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. കെ ആർ എന്ന് പറയുന്ന ഒരു തലക്കിൽ, രാമേന്ദ്ര വേറൊരു തലക്കിൽ, അങ്ങനെയാണ് കടകൾ കിടക്കണത്. അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചിട്ട് പോകുന്നേ. രാമേന്ദ്രയുടെ പോസ്റ്റ് വീണ്ടും കെ ആറിൻ്റെ പോസ്റ്റ് വീണ്ടും. ഒന്നും പറയണ്ട പൊന്നേ, അടിപൊളി. എന്താണ് കുത്താമ്പുളി എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ജനത്തിരക്കും ജനങ്ങളും. എവിടെ നിന്നൊക്കെയാണെന്ന് അറിയോ തുണിയെടുക്കാൻ വരുന്നത്? കോഴിക്കോട്, എറണാകുളം, തലശ്ശേരി, അവിടെ നിന്നൊക്കെ ഇവിടേക്ക് വരുന്നത് കുത്താമ്പുളിക്ക്. നെയ്ത്തറി എന്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല സെലക്ഷനാണ് കേട്ടോ. നമ്മുടെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും പിന്നെ അതേപോലെ നമ്മുടെ കോട്ടൺ സാരികൾ എല്ലാം അടിപൊളി സെലക്ഷനാണ്, ഒന്നും പറയാനില്ല. അടിപൊളി സെലക്ഷൻ. അതാണ് ഓരോരോ കടകളുടെ മുമ്പിലൊക്കെ പ്രതിമകളെയൊക്കെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന കണ്ടില്ലേ. അതാണ് ഓണം എത്തി എന്നുള്ളൊരു അടയാളം. അവിടെയൊക്കെ പോയാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. പ്രതിമകളൊക്കെ അലങ്കരിച്ച് നിർത്തിയിരിക്കുക. കെ ആർ ടെക്സ്റ്റൈൽസ് എത്തുന്നേ ഉള്ളൂ. കെ ആർ എത്തി എന്ന് വിചാരിക്കുന്നു. കെ ആർ എത്തി. ഇതാണ് കെ ആർ. കണ്ടോ, കെ ആർ. ഇത് കെ ആർ അല്ല, രാമചന്ദ്ര. സോറി, ഇത് രാമചന്ദ്ര. കെ ആർ വരുന്നേ ഉള്ളൂ. ഇത് രാമചന്ദ്രയാണ് കേട്ടോ. സോറി, എനിക്ക് മാറിപ്പോയതാണ്. ഇത് രാമചന്ദ്രയാണ്. കെ ആർ വരുന്നേ ഉള്ളൂ. കെ ആർ ഈ ഭാഗത്ത്, ഈ സൈഡിലെങ്ങാണ്ടാണ്. അപ്പോൾ നമുക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കെ ആർ നോക്കാം, കിട്ടുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കുത്താമ്പുളി വരൂ കേട്ടോ. കുത്താമ്പുളി നല്ല നല്ല കൈത്തറി വസ്ത്രങ്ങളാണ്, ഒന്നും പറയാനില്ല. നല്ല സെലക്ഷനും കാര്യങ്ങളും. നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാവും സത്യം പറഞ്ഞാൽ. അത്രയും സെലക്ഷനുള്ളൊരു സ്ഥലമാണ് കുത്താമ്പുളി കേട്ടല്ലോ. ഞങ്ങളിത് അവിടെ നിന്ന് പോവാം. നമ്മൾ പിന്നെ ആ ഭാഗമൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ചിന്തിക്കാൻ അവിടെ കയറിക്കഴിഞ്ഞാൽ പണി പാളും, അതുകൊണ്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒറ്റപ്പാലത്തേക്ക് ഇപ്പോൾ ഒരു പുതിയൊരു പാലം വന്നിട്ടുണ്ട്. കുത്താമ്പുള്ളിയിൽ ഇപ്പോൾ ഒരു പുതിയ പാലം പണിതിട്ടുണ്ട്. ആ സൈഡിൽ കൂടെ അങ്ങ് പോയാൽ ഒറ്റപ്പാലം എത്താം. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ അങ്ങ് എത്താറായി കേട്ടോ. വേറൊരു കട.
AR ടെക്സ്റ്റൈൽസ്. ഇതാ AR കണ്ടോ, ഹാൻഡ്ലൂം കണ്ടോ, ഇതാണ് AR. അപ്പോൾ അവർ പുതിയതായിട്ട് കഴിപ്പിച്ച ഒരു കടയാണ്, വലുതാക്കി. ഇതിനേക്കാളും ചെറിയൊരു കടയായിരുന്നേ, ചെറിയൊരു കട നടത്തിക്കൊണ്ടിരുന്ന 2 ചേട്ടനനിയന്മാരുള്ള കടയാണത്. പക്ഷെ ഇപ്പം നല്ല വിപുലീകരിച്ച് വലിയ കടയായി, അവർ അടിപൊളിയായി, ഒന്നും പറയാനില്ല. അതാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നു പറയുന്നത്, മനസ്സിലായില്ലേ? അവരുടെ എഫർട്ടും അങ്ങനെയാണ് കേട്ടോ, നല്ല എഫർട്ട് എടുക്കുന്നുണ്ട് അവർ, ഓരോരോ കാര്യങ്ങൾക്ക് നല്ല എഫർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അവരെ കൊണ്ടാവുന്ന ഹെൽപ്പുകൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു മനസ്സുള്ള ആൾക്കാരാണ് AR, രാമചന്ദ്ര, അങ്ങനെ എല്ലാ ആൾക്കാരും കേട്ടോ. അങ്ങനെ നമ്മളിതാ പോവുകയാണ്, അവിടെ നിന്നൊക്കെ കടന്നു പോയി. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്തേക്കല്ല നമ്മുടെ ലക്ഷ്യം, അല്ലാതെ കുത്താമ്പുള്ളി അല്ല അപ്പം നമ്മുടെ ലക്ഷ്യം. പക്ഷെ ആ സൈഡിൽ കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് തുണിക്കടയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുത്താമ്പുള്ളി ഇഷ്ടം പോലെ കടയാണോ, ഇഷ്ടം പോലെ. വന്നു കഴിഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല എന്ന് പറഞ്ഞ പോലെ കടകൾ നിരന്ന് കിടക്കുക. ഒന്നും പറയാനില്ല മക്കളെ, വന്ന് കാണാനും വേണം. കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ, റോഡൊക്കെ കുഞ്ഞിതാണ്. ഞങ്ങൾ കാണുമ്പോൾ ഇത് എന്തോന്ന് ഇതെന്ന് വിചാരിക്കും, പക്ഷേ കുഞ്ഞു റോഡുകളാണ്. ഇതാ നമ്മൾ ആ പുതിയ പാലത്തേക്ക് കിടക്കുന്നു കേട്ടോ, എന്താണ് കുത്താമ്പുള്ളി പാലത്തേക്ക് കിടക്കും. അത് പുതിയതായിട്ട് പണി കഴിപ്പിച്ച പാലും റോഡും എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം, അടിപൊളിയായിട്ട് പാലം ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പോയ ഇവരാണ് ഇതിനൊക്കെ ഇത്, മനസ്സിലായോ? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാലം വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, പിള്ളേരുടെ ഒരു ജഗ പുകയാണ് പിള്ളേർ, കണ്ടില്ലേ? പിള്ളേരിങ്ങനെ അവിടെ ആണുങ്ങളും പെൺപിള്ളേരും. അത് ഇവിടെ ഒരു അടുത്തൊരു കോളേജുണ്ട്, ആ കോളേജ് പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കുക. എല്ലാം കുറേ പിള്ളേരുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു. ഇതാണ്ടോ, ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതാ പുഴയുടെ ഓരത്തെത്തി. മറ്റേ ഇപ്പോൾ പുതുതായിട്ട് പണി കഴിപ്പിച്ച ഇതാണ് കേട്ടോ, ഇത് എന്താണ് അത്തിപ്പറ്റ മറ്റേ കുത്താമ്പുള്ളി പുഴ കേട്ടോ, കുത്താമ്പുള്ളി പുഴയാണ്. പക്ഷെ അതിലൊന്നും കുറച്ച് കാര്യമായിട്ടുള്ള വെള്ളമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ട്, വെള്ളമില്ലേ ചോദിച്ചാൽ വെള്ളമില്ല, എന്നാലും കുറച്ച് കുഴപ്പമില്ല. പക്ഷെ മഴ പെയ്തിട്ട് ഇത്രയും വെള്ളങ്ങളൊക്കെ നിറഞ്ഞിട്ടും ആ പാലത്തിലൊന്നും അത്രയും വെള്ളം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിശയമായി പോയിട്ടോ, സത്യം പറഞ്ഞാൽ അധികം അതിശയമാണ്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാന്ന്. ആ പുഴ എത്തുന്നേ ഉള്ളൂ, പുഴ ഏകദേശം എത്താറായി. പുഴ കണ്ടോ, അധികം വെള്ളമൊന്നുമില്ല. ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി, വണ്ടി നിർത്തി ഇറങ്ങി ആ പുഴയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പുഴയിൽ ഒരു ഇത്തിരി വെള്ളമുള്ളൂ, കണ്ടില്ലേ? ഒരുപാടൊന്നും പറയാനില്ല, ഉണ്ട്, അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. പക്ഷേ ഇത്രയും മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മഴ എന്ന് പറഞ്ഞാൽ 1.5 മഴയായിരുന്നില്ലേ, അതാ പറഞ്ഞു, 1.5 മഴയായിരുന്നില്ലേ. അപ്പോൾ മോള് നടന്നു വന്നിരിക്കുന്നുണ്ടോ, മോള് അവിടെ നിന്ന് ഷൂട്ട് ചെയ്താണ് മോളെ. പിന്നെന്താ, ഞങ്ങൾ വീണ്ടും പുഴയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി ഇനി മായന്നൂർ പാലമാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് മായന്നൂർ പാലം എന്ന് പറഞ്ഞാൽ അത് വലിയ പാലം, വലിയ ഭാരതപ്പുഴയുടെ നടുക്ക് കൂടെ പോകുന്ന ഒരു പാലമാണത്, മായന്നൂർ പാലം. അതെന്ന് പറഞ്ഞാൽ 1.5 പാലമാണ്. ആ പുഴയിൽ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, അത് നമുക്ക് പോയി കാണുക വേണം. നമ്മൾ ഈ വഴിയൊക്കെ വരാറില്ല, കുറേ ആയി വന്നിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ആ പാലം എത്താറാകുമ്പോൾ നമുക്ക് നോക്കാം വെള്ളം ഉണ്ടോ ഇല്ലയോ, എന്താണ് അവസ്ഥ ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മായന്നൂർ പുഴ എത്തിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പം നമ്മളിങ്ങനെ വണ്ടി വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാന്ന്. ഇരുന്ന് മതിയായി കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പെട്ടെന്ന് ആ സ്ഥലം എത്തണം, കാര്യം നടക്കണം, തിരിച്ചു വരണം, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പോകുന്നുള്ളൂ, സ്പീഡൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു യാത്ര പോവാന്ന് വിചാരിച്ചാൽ എനിക്ക് വയ്യ. കുറച്ച് പർച്ചേസാണ് മായന്നൂർ പുഴ, അപ്പൊ അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഭാരതപ്പുഴ. നോക്കിയേ, വെള്ളമില്ല, കണ്ട മക്കളെ, വെള്ളം കുറച്ച് അവിടെ ഇത് നമ്മുടെ മായന്നൂർ പുഴയാണ്. മായന്നൂർ പുഴ മണൽത്തട്ടുകളൊക്കെ വറ്റി വരണ്ട് കിടക്കുക, ഭാരതപ്പുഴ. വെള്ളമില്ല, മണലൊക്കെ വറ്റി വരണ്ട് കിടക്കുക, വെള്ളമില്ല, ഒരു കൂടി കിടക്കുന്നുണ്ട്, മണലില്ല, വെള്ളമില്ല. കണ്ടോ, ഈ പാലത്തിന്റെ കാണുക, മണൽത്തട്ടുകളെ കണ്ടുകൊണ്ട് ലോങ് പാലമാണ് കേട്ടോ. ഇങ്ങനെ യാത്രയിലാണ് ഒറ്റപ്പാലം, ഒരു നല്ല ലോങ്ങായിട്ടുള്ള പാലമാണ്, ചെറിയ പാലം പോലെ വലിയ പാലമാണ്, കണ്ടില്ലേ? ഓക്കെ, എല്ലാവരും ഇത് ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പാലം വലിയ പാലമാണ്, സബ് ചെയ്യാത്തവരൊക്കെ
സബ് ചെയ്ത് നമ്മളെ ഒന്ന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നീളമുണ്ട് കേട്ടോ ഈ പാലത്തിന്. കണ്ടോ, ഒരുപാട് നീളം എത്ര നീളം എന്ന് വെച്ചിട്ടാ. നല്ല വീതിയുണ്ട് കേട്ടോ. റോഡൊക്കെ നല്ല വീതിയുണ്ട്. അടിപൊളിയാക്കിയിട്ട് പാലം പണിതിട്ടുണ്ട്. സൂപ്പർ പാലം. ഒന്നും പറയാനില്ല. എന്ത് തിരക്കാന്നറിയോ, ഒന്നും പറയാനില്ല. അത്രയും സൂപ്പറായിട്ട് ആ പാലം പണിതിട്ടുണ്ട്. എത്ര വെള്ളം വന്നാലും എന്ത് മഴ വന്നാലും കാണാൻ വരുന്ന പുഴ കാണാത്തവരൊക്കെ പാലം ഒന്ന് ചായ കുടിക്കും. എത്ര ഹൈറ്റിലാണെന്നറിയാം, നല്ല ഹൈറ്റിലാണ് ചായക്കട. ഞങ്ങളുടെ പാലക്കാട് എത്ര വെള്ളം വന്നാലും കണ്ടില്ലേ, പുഴയൊക്കെ വറ്റി വരണ്ട് കിടക്കും. ഇതൊക്കെ ഭാരതപ്പുഴ നമ്മുടെ ഇതിനൊക്കെ ലൈവർ മഠത്തിലേക്ക് പോകുമ്പോൾ ഈ ഭാരതപ്പുഴയിലാണ് കാര്യങ്ങളൊക്കെ. അതിന് പോലും കുടിക്കാൻ വെള്ളമില്ല. കുറച്ച് നടുക്കി കുറച്ച് വെള്ളമുണ്ട്. ആ അവസ്ഥയിലാണ് എത്തുന്നേ ഉള്ളൂ. മുത്തുമണികളെ എന്തോ അപ്പൊ ഞങ്ങളിങ്ങനെ ഒറ്റപ്പാലം എത്താറായി. ഒറ്റപ്പാലം എൻഡിലേക്ക് ഒറ്റപ്പാല റോഡിലേക്ക് കടന്നു. നമ്മൾ ഒറ്റപ്പാലം എന്താ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഒറ്റപ്പാലത്തേക്ക് കടന്നു കേട്ടോ. ചിന്നത്തമ്പി, പെരിയത്തമ്പി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അയ്യോ വയ്യ. എന്താ അവിടുത്തെ ഒരു ചെറിയൊരു പുഴ കണ്ടില്ലേ, ആ പുഴയിൽ വെള്ളമുണ്ട് കണ്ടില്ലേ. ചാലെന്ന് പറയും, പുഴ എന്ന് പറയാൻ പറ്റില്ല, ചാല്. അതിൽ നല്ല വെള്ളമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഒറ്റപ്പാലം എത്തി മക്കളെ. ഒറ്റപ്പാലത്തേക്കാണ് നമ്മളിതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കണേ. ഒറ്റപ്പാലം പോയി ബുക്ക് സ്റ്റാളിൽ പോയി അവൾക്കുള്ള ബുക്കുകളൊക്കെ വാങ്ങണം. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അങ്ങനെയാണ് ഒറ്റപ്പാലം വന്നത്. ഒറ്റപ്പാലത്ത് അവളുടെ ബുക്കും കിട്ടത്തുള്ളൂ. ഒരു കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് സ്റ്റോളുണ്ട്, അതിലെല്ലാം കിട്ടും കേട്ടോ. അടിപൊളി ബുക്ക് സ്റ്റോളാണ്. എല്ലാ ബുക്കും, നമ്മുടെ രാമായണം തൊട്ട് എന്താ പറയുക, എല്ലാ ബുക്കുകളും അവിടെ കിട്ടും. നമ്മൾ കുറേ കണ്ടു, നോവലും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടു. നമ്മളവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം ആ കട കേട്ടോ. കണ്ടോ, ഇതാ കുഞ്ഞു മക്കളൊക്കെ നടന്നു പോകുന്നു. പക്ഷെ മഴയില്ല കേട്ടോ, നല്ല കാലാവസ്ഥ, അടിപൊളി കാലാവസ്ഥ, നല്ല വെയിലും കാലാവസ്ഥകളാണ്. എന്താ ഒറ്റപ്പാലം എത്തി. ഇതാണ് ഒറ്റപ്പാലം സെൻറ്റർ. നമ്മളെത്തുന്നു, സെൻറ്റർ എത്തുന്നു. കണ്ടോളൂ മക്കളെ, ഒറ്റപ്പാലം കാണാത്തവരൊക്കെ കണ്ടോളൂ. ഒറ്റപ്പാലം കണ്ടവരും കണ്ടാലും മതിയാവരാത്ത സ്ഥലമാണ് ഈ ഒറ്റപ്പാലം കേട്ടോ. കുഞ്ഞി റോഡാണെങ്കിലും തിങ്ങിയ റോഡാണെങ്കിലും പക്ഷെ നിറയെ കടകളും നല്ല ആൾത്തിരക്കുള്ളൊരു റോഡാണ് ഒറ്റപ്പാലം കേട്ടോ. ഇവിടെ ഒരു ചെനക്കത്തൂർ കാവൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ സൈഡ് വരാത്തതുകൊണ്ട് അത് കണ്ടില്ല കേട്ടോ. ചെനക്കത്തൂർ കാവ് നമ്മുടെ ഫസ്റ്റ് പൂരം നടക്കുന്നത് അതില്ല. ചെനക്കത്തൂർ പൂരം ചെനക്കത്തൂർ പൂരം തനിക്കൊത്ത വെണ്ണം എന്ന് പറയും. അതായത് നമുക്കൊത്ത വെണ്ണം ആ പൂരം നമ്മൾ കഴിക്കും. അങ്ങനെയാണ്, ഇല്ലാത്തവൻ ഇല്ലാത്ത പോലെ അങ്ങനെ കഴിക്കും. ഇതാണ്ടോ ഒരു ജ്വല്ലറി കാര്യങ്ങളും എല്ലാം അവിടെ വന്നു ഇതാ കുറച്ച് സുന്ദരിമാരെ കണ്ടോ. നമ്മൾ ഒക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുക സുന്ദരിമാർ ഓണത്തിനുള്ള തയ്യാറെടുപ്പാണ് കടകളൊക്കെ. വേറൊരു ജ്വല്ലറി, കവിത ജ്വല്ലറിയാണ്. അതാ കുറേ വേറെ സുന്ദരിമാർ കണ്ടില്ലേ. വിധത്തിലും തരത്തിലും ടോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നു. അവിടെ പച്ചക്കറി കട. അങ്ങനെ നമ്മൾ ബുക്ക് സ്റ്റാളിലേക്ക് തിരിഞ്ഞു പോകണം. ബുക്ക് സ്റ്റാളിന് മുകളിലാണ്. അപ്പം പിന്നെ മുകളിൽ കുമാറാണ് കേട്ടോ. കുമാർ ബുക്ക് സ്റ്റാളാണ്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി. മഴ ഏകദേശം കുറച്ച് ചാർന്നുണ്ടായിരുന്നു, മഴ ചാർത്തിലുണ്ടായിരുന്നു. നമ്മൾ ആ ബുക്ക് സ്റ്റാളിലേക്ക് കടന്നു. കുമാർ ബുക്ക് സ്റ്റാളിലേക്ക് കടന്നു. ബുക്ക് നോക്കാൻ വേണ്ടി ഇതാ ബുക്ക് സ്റ്റാളിൽ പോകുന്നു. കണ്ടില്ലേ, ബുക്ക് സ്റ്റാളാണത്. അപ്പം ഞാൻ ഫോണ് മോളുടെ അടുത്ത് കൊടുത്തു. മോള് പിടിച്ചോന്നും പറഞ്ഞ് മോളുടെ അടുത്ത് കൊടുത്തു. ബുക്കാണിത് കേട്ടോ. ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്, എല്ലാ വിധത്തിലും തരത്തിലുമുള്ള ബുക്കുകളുണ്ട് കേട്ടില്ലേ. എല്ലാ ബുക്കുകളും ഒന്നും പറയാനില്ല. ബുക്കുണ്ട്, ഫയലുകൾ, അതുപോലെ എല്ലാം ഉണ്ട്. ഞാനവിടെ അന്തം വിട്ട് നിൽക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അത്രയും ബുക്കുകളാണ് മുത്തുമണികളെ. നിങ്ങളത് കണ്ണു തന്നെ വേണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള മോള് ബുക്ക് നോക്കുന്നു കണ്ടില്ലേ. മോള് ബുക്ക് നോക്കുന്നു. അവളുടെ ടെക്സ്റ്റ് ബുക്കുകളാണ്. അതെല്ലാം കിട്ടി, എല്ലാ ബുക്കുകളും കിട്ടി, ടെസ്റ്റ് എല്ലാം കിട്ടി. അപ്പോൾ അവർ പാക്ക് ചെയ്യാനാണ്. പിന്നെ ഞാനൊരു ഫയൽ വാങ്ങി. ഫയലെന്ന് പറഞ്ഞാൽ എല്ലാം ഇട്ട് വയ്ക്കുന്ന ഫയലുകൾ. അങ്ങനെ ഫയലും വാങ്ങി. പിന്നെ മോളെന്തോ വേറെന്തോ എടുത്തായിരുന്നു, ഒരു പേന, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ പേന നോക്കി, പേന വാങ്ങി. പിന്നെ അവളെന്തോ ഒരു കഥ, ഒരു നോവൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കുക. പക്ഷെ അത് ഭയങ്കര റേറ്റ്, ഭഗവാൻ 1000 രൂപയെങ്ങാണ്ട്. അപ്പോൾ ഒരു ഫയലും വാങ്ങിയതാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ പച്ച. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബുക്കൊക്കെ വാങ്ങിയിട്ട് ഒറ്റപ്പാലത്തു നിന്ന് ഇറങ്ങി. ഇനി വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ആ ബുക്കൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടോ. അപ്പം ഇനി വേറൊരു സ്ഥലം പോകാനുണ്ട്. അങ്ങനെ ഓട്ടോയിൽ കയറാൻ പോകും ഞങ്ങൾ.
അവൾ സ്റ്റെപ്പ് ഇറങ്ങി പോവുക. ഞങ്ങൾ ഇനി ഓട്ടോയിൽ കയറാൻ പോകണം. ഓട്ടോയിൽ കയറുന്നു. പിന്നെ ഇതാ ഈ ബസ് തിരിഞ്ഞു വരുന്നത് കണ്ടോ? ഈ ബസ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടോ? അതാണ് ഒറ്റപ്പാലം സ്റ്റാൻഡ് കേട്ടോ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ്. ഈ ബസ് തിരിഞ്ഞെന്ന് ആ ഗ്യാപ്പിലാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ്. മഴ ഉണ്ട്, ചെറുതായിട്ട് മഴ ഉണ്ട്, എന്നാലും അധികം മഴ എന്ന് പറയാനില്ല. അപ്പം നമ്മളിതാ സൂപ്പർ മാർക്കറ്റിക്കല്ല, അതിൻ്റെ ഇടയിലൊരു ബേക്കറി കണ്ടേ. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പോൾ ബേക്കറി സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല, വണ്ടി ആ സൈഡല്ലേ പോവാം, അപ്പോൾ തിരക്കായിരിക്കും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടി ബേക്കറി സാധനം കുറച്ച് എന്തെങ്കിലും വാങ്ങട്ടെ, പിള്ളേർക്ക് തിന്നാനൊന്നുമില്ല, സ്നാക്സ് ഒന്നുമില്ല. അപ്പോൾ ശരി എന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും മോളും കൂടി അവിടെ ഇറങ്ങിയിട്ട് ശരി അത് വാങ്ങാൻ പോയി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ ഇറങ്ങി, ബേക്കറിയിൽ ഇറങ്ങി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാന്ന് ബേക്കറി അവളാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നേരം എൻ്റെ കാലൊക്കെ കാണുന്നുള്ളൂ കേട്ടാ. ബേക്കറി കാണിക്കൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതാ പിന്നെ കാണിച്ച് ഇതാ ബേക്കറി കാണിച്ചു. ബേക്കറിക്ക് എത്തി. അവൾക്ക് നാണക്കേട് ഷൂട്ട് ചെയ്യാൻ, എന്താണെന്നറിയില്ല, അവൾക്ക് ഭയങ്കര നാണക്കേട് വീഡിയോസൊക്കെ എടുക്കാൻ. കണ്ടോ എന്താ പലതരത്തിലുള്ള പലഹാരങ്ങൾ, ആർക്കും എന്തും എടുക്കാം, കഴിക്കാം, എന്നിട്ട് പൈസ കൊടുത്ത് ബില്ലാക്കിയിട്ട് പോവാം കേട്ടോ. ആരും പൈസ കൊടുക്കാതെ പോവല്ലേ, ആരെന്ത് എടുത്ത് കഴിച്ചാലും ബില്ലാക്കുക കേട്ടല്ലോ. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ഓരോരോ സാധനങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ കുറച്ച് സാധനം സ്നാക്സൊക്കെ വാങ്ങി. അപ്പോൾ സ്നാക്സ് വാങ്ങി ഇനിയിപ്പോൾ അതൊക്കെ ബില്ലാക്കണം. എന്താ പറയുക, കുറച്ച് മുറുക്ക്, കുറച്ച് ബിസ്ക്കറ്റ്, അമ്മൂമ്മയ്ക്ക് ഉപ്പ് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു, സാൾട്ട് ബിസ്ക്കറ്റ് അത് വാങ്ങി. പിന്നെ മോൾക്ക് കുറച്ച് ലഡ്ഡു വേണമെന്ന് പറഞ്ഞു, ലഡ്ഡു വാങ്ങി. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഏകദേശം കുറച്ച് ഇത് പോയി. അവർ പിള്ളേരല്ലേ, ഇത് നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കൊന്നും ഇല്ലെങ്കിലും അവർ ഇപ്പോഴത്തെ പിള്ളേർ അതാണോ, ദിവസം അവർക്ക് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ലഡ്ഡു ഇതാണ്ടോ, ലഡ്ഡും വാങ്ങി, മഞ്ഞ ലഡ്ഡു വാങ്ങി, ഒരു 10 ലഡ്ഡു വാങ്ങി. അപ്പോൾ അങ്ങനെ കുഞ്ഞി പർച്ചേസിങ്ങിലൊക്കെ കഴിഞ്ഞു. പിന്നെ എന്തുവാ പറയുക, ഇതാ സാൾട്ട് ബിസ്ക്കറ്റ് ഞാൻ എടുത്തു, ബിസ്ക്കറ്റ് എടുത്തു. അപ്പോൾ അത് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഓരോരോ പാക്കറ്റ് എടുത്ത് ബില്ലിടാം എന്ന് വെച്ച് ബില്ലിടാൻ പോകുന്നു. കഴിഞ്ഞു ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ബേക്കറിത്തെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ബില്ലിട്ടിട്ട് ഞാൻ സാൾട്ട് ബിസ്ക്കറ്റാണെന്നോ ചോദിക്കുകയാണ് അവരോട്. സാൾട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാൾട്ട് ബിസ്ക്കറ്റ് 2 പാക്കറ്റ് എടുത്തു. അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ പിന്നെ അവിടെ നിന്ന് വിട്ടു. പിന്നെ നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അവിടെ വന്നു ഹൈപ്പർ മാർക്കറ്റിൽ. അവിടെ നിന്ന് കുറച്ച് പലചരക്കൊക്കെ വാങ്ങാനുണ്ട്. എന്തായാലും നമ്മളൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എല്ലാം ഒരേ പ്രാവശ്യം ഒതുങ്ങണം, അല്ലാതെ ഇത് വെറുതെ നമുക്ക് ഓട്ടപ്പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഞാൻ കൊട്ടയെടുത്തു, മോള് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവൾക്ക് മടിയാണ്, അവിടെ നേരെ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, പക്ഷേ എന്തൊക്കെയോ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ തിരഞ്ഞ് പോകാനുള്ള തെത്രപ്പാടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആയത് കാരണം നമുക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം കണ്ടുപിടിച്ച് എത്തുന്നു. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ്ടോ ചായലെടുത്തു, കണ്ണൻ ദേവനെടുത്ത്, പിന്നെ വേറെ എന്തൊക്കെയോ തപ്പുകയാണ് ഞാൻ. എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഇവർ എന്തൊക്കെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ പാൽപ്പൊടി എടുത്ത്, അമൂലിൻ്റെ പാൽപ്പൊടി എടുത്ത്. ദിവസം പാല് വാങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അമ്മൂമ്മയ്ക്ക് പാലിനേക്കാളും ഇഷ്ടം പാൽപ്പൊടിയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പാൽപ്പൊടി എടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പാൽപ്പൊടി എടുത്തു. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഓണമൊക്കെ അല്ലേ, ഓണമായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മതിയാവോ എന്തോന്നറിയില്ല, എന്നാലും നോക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെറിയ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി വലിയ പർച്ചേസിങ്ങൊക്കെ വരുന്നേ ഉള്ളൂ. അയ്യോ ഉറക്കം വരുന്നു കേട്ടോ മക്കളെ. ഇതിൻ്റെ പരിപാടി ഇങ്ങനെ, നമ്മൾ യൂട്യൂബിൽ ഇരുന്നാൽ തന്നെ ലൈവ് ചെയ്യുമ്പോഴും ഉറക്കം വരും, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഉറക്കം വരും. എന്താ ഈ മാമൻ്റെ പ്രശ്നമൊന്നും നമുക്കറിയാൻ പറ്റില്ല. മാമ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഉറക്കം വരുന്നത്, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതാ ഷൂട്ട് ചെയ്യുന്നുണ്ടോ, ഇതാ കണ്ണൻ ദേവൻ, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇതാ വേറെ സൂപ്പ് പോലത്തെ സാധനം, പിന്നെ മസാലകൾ എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത തട്ടിലേക്ക് പോയി. അവിടെ നമ്മുടെ കടുക് മണികൾ, കടുക് പറ, അതാണ് കടുക് പറ നോക്കിക്കൊണ്ട് നടക്കുവാണ്. കടുക് പറ. അപ്പോൾ അവളും കടുക് എടുത്തു. കടുക് എവിടെയെന്ന് അറിയുന്നില്ല. അപ്പോൾ അത് കാരണം കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്, ഒന്നും പറയാനില്ല. ഞാനവിടെ പഞ്ചസാരയും വെല്ലവും പിന്നെന്തോ അടയും സേമിയും ഒക്കെ എടുക്കുവാന്ന്. അപ്പോൾ അതൊക്കെ എടുത്തു, അതെല്ലാം എടുത്തു. ഇനിയിപ്പോൾ വെറുതെ നമുക്കൊന്നും വരാൻ പറ്റൂല. പഞ്ചസാര എടുത്തു. അതാ അവൾ കടുക് പറയും കൊണ്ട് വന്നു. കടുക് പറ.
അപ്പോൾ ഞാൻ അത് ചെറിയ പാക്കറ്റായിരുന്നു. ഞാൻ പറഞ്ഞു അത് ചെറിയ പാക്കറ്റാടി, വലിയ പാക്കറ്റ് എടുക്കുന്നു പറഞ്ഞു. പിന്നെ വലിയ പാക്കറ്റ് എടുത്തു. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഓരോരോ സാധനങ്ങളായിട്ട്. പിന്നെന്താണ് പറയണ്ടേ, ഒരു ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചിട്ട് വന്നതാണ്. ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ട്. പക്ഷേ ആര് ചായ കൊണ്ടുവന്ന് തരാനാ? അത് സൂപ്പർ മാർക്കറ്റിൽ നമ്മളാ വല്ലവരാണോ അവിടെ ഇരിക്കുന്നത് ചായ കൊണ്ടുവന്ന് തരാൻ? അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാന്ന്. വലിയ കടുക് എടുത്തിട്ട് അവൾ വന്നു. വലിയ കടുക് മണി എടുത്തുകൊണ്ട് അവൾ വന്നു. കടുക് വറ, കടുക് വറ, കടുക് വറ. അങ്ങനെ വലിയ പാക്കറ്റുമായിട്ട് എൻ്റെ മോള് വന്ന്. അപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞ്. അതും വേണ്ട, നമുക്ക് ഇത്തിരി വിലക്കമ്മിയിൽ അവിടെ ഉണ്ട്. അപ്പോൾ കടുക്, അപ്പോൾ അത് മതിയടി എന്ന് പറഞ്ഞു. പിന്നെ അതിനെ മാറ്റി അതെടുത്ത്, കുറച്ച് നെയ്യെടുത്തു, സേമിയ എടുത്തു, പിന്നെ ഒരു ചെറിയ ബോട്ടിൽ മിൽക്ക് മെയ്ഡ് എടുത്തു. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി വേറെ എന്താ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. അതാ സേമിയ എടുത്തു. അപ്പം പായസത്തിനുള്ളതല്ലാത്ത റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് പാലും കൂടി കിട്ടിയാൽ സേമിയ പായസം റെഡി കേട്ടോ. അപ്പം നമുക്ക് ഓണത്തിനങ്ങ് പൊളിക്കാം പായസം. എല്ലാവരും പായസം കുടിക്കാൻ വായോട്ടോ, സേമിയ പായസം. പായസം ആരും മിസ്സാക്കല്ലേ. പിന്നെ അടയെടുത്തേ, അടപ്പായസം വെക്കാമെന്ന് പറഞ്ഞിട്ട് അടയെടുത്ത് 2 പാക്കറ്റ് എടുത്ത്. അപ്പോൾ അടപ്പായസം നമുക്ക് സെറ്റാക്കാം. വെറുതെ ഓണം വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നുള്ളൂ. അടുത്ത വർഷം ആരുണ്ടാവില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള ആഘോഷങ്ങൾ നമ്മൾ അടിപൊളിയാക്കുക കേട്ടല്ലോ. അടിപൊളി സൂപ്പറായിട്ട് പോവുക, അടിപൊളിയാക്കുക. ഓരോരോ ആഘോഷങ്ങളും നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിൽ പോലും നമ്മൾ ആഘോഷിക്കണം എന്നാണ് പറയുന്നത്. അതായത് അടുത്ത വർഷം നമ്മുടെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതങ്ങളല്ലേ. അടുത്ത വർഷം എന്താ ഏതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഘോഷിക്കുക കേട്ടോ. പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ഇതിൽ, പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ള മാതിരി ആഘോഷിക്കുക. അല്ലാതെ എന്താ, പൈസ ഉള്ളവൻ പോലെ ആഘോഷിക്കട്ടെ, പൈസ ഇല്ലാത്തവൻ പോലെ ആഘോഷിക്കണ്ടേ. എന്നാലും എല്ലാവർക്കും ഓണം ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ ഓണം കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നല്ലോ, ഇതിലും ഇല്ലാത്തവരുണ്ട്, കുറേ പേരുണ്ട്. അവർ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നു. എന്തായാലും എല്ലാവരും നല്ലപോലെ ഓണമൊക്കെ ആഘോഷിക്കുക, ഉള്ള രീതിയിൽ ആഘോഷിക്കുക, ഉള്ളത് വെച്ച് സന്തോഷമായിട്ടിരിക്കുക, സമൃദ്ധമായിട്ടിരിക്കുക. എല്ലാവരും സന്തോഷമായിട്ടും ഒരു ഇതുമില്ലാതെ എപ്പോഴും നല്ല മനസ്സോടു കൂടി ഇരിക്കുക കേട്ടോ. വേറെ എന്താ എടുക്കേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാന്ന്. ഇവളാണെങ്കിൽ ഷൂട്ട് ചെയ്ത് എനിക്കും ഒരു സമാധാനം തരുന്നില്ല ഈ പെണ്ണ്. അയ്യോ, എല്ലാം ഷൂട്ട് ചെയ്യുന്നു. എടിയേ മതിയെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. എല്ലാം ചാ തൊട്ട് ചീ വരെ, ചാ തൊട്ട് ഊ വരെ, ചാ തൊട്ട് പാ വരെ അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് മടുത്ത് കേട്ടോ. ഇതൊന്ന് ഷൂട്ടിങ് നിർത്തിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ബില്ലടിക്കാൻ ഞങ്ങൾ പോയേ മടുത്ത് ബില്ലടിച്ച് ഞങ്ങൾ